അടിസ്ഥാന വികസനം പോലും എത്താതെ വീർപ്പുമുട്ടി കഴിയുകയാണ് തിരുവനന്തപുരത്തെ കളത്തുവിള നിവാസികൾ. പ്രദേശവാസികളുടെ ആശ്രയമായ പ്രധാന പാത പൊട്ടിപ്പൊളിഞ്ഞിട്ട് വർഷങ്ങളാവുന്നു. വിദ്യാർത്ഥികൾ മുതൽ വയോജനങ്ങൾ വരെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. തിരിഞ്ഞു നോക്കാത്ത അധികൃതർ. ഒരു നാടിൻ്റെ പ്രധാന വികസനം എന്നത് അവിടുത്തെ റോഡുകളും പാലങ്ങളും അടങ്ങുന്ന അടിസ്ഥാന സൗകര്യ വികസനമാണ്. അത് ഉറപ്പാക്കുകയാണ് ഓരോ ഭരണകർത്താക്കളുടെയും അടിസ്ഥാന ഉത്തരവാദിത്വം. എന്നാൽ നെയ്യാറ്റിൻകരയിലെ നൂറുകണക്കിന് മനുഷ്യർ ആശ്രയിക്കുന്ന കളത്തുവിള പെരുമ്പഴത്തൂർ റോഡ് ഈ വികസന മാതൃകകളിൽ നിന്നും വിദൂരത്തായിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. തിരുവനന്തപുരത്തെ പെരുമ്പഴത്തൂരിനെയും ബാലരാമപുരത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഈ അവസ്ഥയിൽ തുടരുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി വികസനമെത്താതെ കിടക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്തിന് കീഴിലെ ഈ പാത. ശോചനീയാവസ്ഥ പരിഹരിക്കാനിറങ്ങിയ അധികൃതർ 4 മാസങ്ങൾക്ക് മുമ്പാണ് പ്രധാന പാതയെ ഈ അവസ്ഥയിലാക്കിയത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതോടെ മുമ്പത്തേതിനേക്കാൾ യാത്രാ പ്രതിസന്ധി അനുഭവിക്കുകയാണ് ഇവിടുത്തെ യാത്രക്കാർ. പെരുമ്പഴത്തൂരിൽ നിന്ന് കളത്തുവിള വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു മുഖ്യ പാതയാണ്. ഇപ്പോഴും ബസ്സും ഇല്ല, വാഹനങ്ങൾക്ക് പോകാനും കഴിയുന്നില്ല, പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല, 2 വീലറുകൾക്ക് പോകാൻ കഴിയുന്നില്ല, പൊതുജനങ്ങൾക്ക് നടന്നു പോകാൻ കഴിയുന്നില്ല. അരുവിപ്പുറം ക്ഷേത്രത്തിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് എളുപ്പത്തിന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു റോഡാണ്. കാട്ടാക്കടയ്ക്ക് പോകുന്നവർക്ക് പെരുമ്പഴത്തൂർ വഴി കാട്ടാക്കടയ്ക്ക് പോകാനും നെയ്യാറ്റിൻകരയ്ക്ക് പോകാനും ആകെ ഇവിടെ ഉള്ള നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു താലൂക്ക് ഹോസ്പിറ്റൽ നെയ്യാറ്റിൻകരയാണ് ഉള്ളത്. താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇവിടെ പുന്നക്കാട്, പെരുമ്പഴത്തൂർ, കളത്തുവിള ഈ ഭാഗത്തുള്ള എല്ലാവരും ഇതുവഴിയാണ് പോകുന്നത്. ഈ റോഡും ഇങ്ങനെ ആയതുകൊണ്ട് മൊത്തത്തിൽ ജനങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. നടന്നു പോകാനും പറ്റുന്നില്ല. പെരുമ്പഴത്തൂർ ഒരു ആട്ടോ പോലും വിളിച്ചാൽ വരില്ല. അത് പോയിട്ട് നമുക്കിവിടെ ഒരു ചെറിയ കട ഉണ്ട്, കച്ചവടം. അത് ഇവിടെ ആളൊന്നും വരുന്നില്ല. ഇപ്പോൾ ചെരുപ്പൊക്കെ ഇട്ട ആൾക്കാർക്ക് ചെരുപ്പ് പോലും ഇട്ട് നടക്കാൻ പറ്റുന്നില്ല. നിലവിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പ്രതിസന്ധി ഉള്ളതിനാൽ കിലോമീറ്ററുകളോളം അധികം യാത്ര ചെയ്യേണ്ട മറ്റു പാതകളെയാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത്. മുമ്പ് KSRTC സർവീസ് അടക്കമുണ്ടായിരുന്ന റോഡിൽ കാൽനട പോലും പ്രതിസന്ധിയിലായതോടെ പ്രദേശവാസികൾ അത്യാവശ്യത്തിന് വിളിച്ചാൽ ഒരു വാഹനം പോലും ഇവിടേക്ക് വരാത്ത സ്ഥിതിയാണ്. ഏതാണ്ട് ഈ റോഡ് പണി തുടങ്ങിയിട്ട് 2 വർഷം വരെയായി. കുറച്ച് പണി ചെയ്യും, കുറച്ച് പണി ചെയ്യാതെ അവർ ഇട്ടിട്ട് പോകും. വീണ്ടും മെറ്റിൽ നിരത്തി വീണ്ടും പൊടിയടിച്ചിട്ട് അവരങ്ങ് പോകും. ഇതുവരെ ആയിട്ട് ഈ പണി തുടങ്ങി 2 വർഷം വരെയായി. പല നോട്ടീസ് ബോർഡുകളിലൂടെ വെച്ച് അതിലൊന്നും കാര്യമായ കാര്യം ഉണ്ടായില്ല. എനിക്ക് കാല് വയ്യ, 2 കാലും തേയ്മാനമാണ്, മുട്ട് 2 തേയ്മാനമാണ്. ഞാനിങ്ങനെ ഈ വടി ഊന്നിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ആട്ടോക്കാരെ വിളിച്ച് അവർ ഈ റോഡിൻ്റെ മോശ സ്ഥിതി അനുസരിച്ച് ആരും വരുന്നില്ല. നമുക്കിതുവഴി ബസ് സർവീസ് ഉണ്ടായിരുന്നു, ബസ്സില്ല. ഇപ്പോൾ സമാന്തര സർവീസ് ഉണ്ടായിരുന്നു, അവരും നിർത്തി. മറ്റ് യാതൊരുവിധ സംവിധാനങ്ങളുമില്ല. സ്കൂള്, കോളേജ്, കാട്ടാക്കട കോളേജിൽ പോകുന്ന കുട്ടികൾ ഇതുവഴിയാണ് ഈ റോഡാണ് ഉപയോഗിക്കുന്നത്. നെയ്യാറ്റിൻകര പോകുന്ന ധനുശ്വരം കോളേജിൽ പോകുന്നവർ ഇതാണ് ഉപയോഗിക്കുന്നത്. പെരുമ്പഴ സ്കൂളിൽ പോകുന്നവർ ഇതാണ് റോഡ്. കുട്ടികൾ വിഴുന്നഴിച്ചാണ് പോകുന്നത്, ബൈക്കിൽ പോകുന്നവർ. ഇഷ്ടംപോലെ വണ്ടിയായിരുന്നു പല സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഒരു വണ്ടിയില്ല. ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ റൂട്ടായിരുന്നു നെയ്യാറ്റിൻകരയും അരീപ്പുറമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. ഈ 12 വർഷത്തിനിടയിൽ വെച്ചിട്ട് ഈ റോഡ് ഒരു പ്രാവശ്യം പോലും പണി നടന്നിട്ടില്ല. PWയുടെ കീഴിൽ വരുന്ന റോഡാണ്. ഒരു 2 നിയോജകമണ്ഡലവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർ 2 നിയോജകമണ്ഡലത്തിൻ്റെ MLA-മാരുണ്ടായിരുന്നത് ഈ 10 വർഷം. എന്നിട്ട് അവരുടെ വളരെ അനാസ്ഥ. കാര്യം ഇവിടെ ഒന്നും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടോ വരത്തില്ല, ഒരു കാറിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒരു വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നാൽ റോഡിന്റെ ഈ ശോചനാവസ്ഥയെക്കുറിച്ച് കളത്തുവിള വാർഡ് കൗൺസിലറുടെ പ്രതികരണം ഇങ്ങനെ: ഒരു 60 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചതാണ്. പക്ഷേ ഏകദേശം 9 മാസം വരെയായി വർക്ക് എടുത്തിട്ട്. സജ്ജി എന്ന് പറഞ്ഞ ഒരാൾ റസൽപുരത്തുള്ള കോൺട്രാക്ടറാണ് പണിയെടുത്തത്. പക്ഷേ ആ സമയം അത് കഴിഞ്ഞ് ഈ സൈഡ് 1/2 മീറ്റർ 1 മീറ്റർ വെച്ച സ്ഥലത്ത് സൈഡ് കൂട്ടിയപ്പോഴത്തേക്ക് മണ്ണ് മാറ്റി അവിടെ മെറ്റിലിട്ട് എല്ലാ പണിയും ചെയ്തു. മെറ്റിലിട്ട് വന്നപ്പോഴത്തേക്ക് ഈ യുദ്ധത്തിൻ്റെ വിഷയം വന്നിട്ട് ആറ് കിട്ടാനില്ലെന്ന് പറഞ്ഞ് ആ വിഷയത്തിലാണ് പണി അങ്ങനെ നിൽക്കുകയാണത്. ആൾക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അരുവിപ്പുറത്തെ ക്ഷേത്രത്തിലേക്കെത്താൻ തീർത്ഥാടകർ നേരത്തെ ആശ്രയിച്ചിരുന്നതും പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കെത്താൻ പൊട്ടിപ്പൊളിഞ്ഞിട്ടും ഇന്നും വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നതുമായ ഈ പ്രധാന പാത, ഇവിടേക്ക് ഇനിയും വികസനമെത്താൻ എത്ര കാലം ഇനിയും കാത്തിരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ചോദ്യം. ക്യാമറാമാൻ സജീവിനൊപ്പം അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.